ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നത് പരുമല തിരുമേനി. പരുമല തിരുമേനി. ഈ രാജ്യത്തെ പരുമല തിരുമേനിയെക്കുറിച്ച് അറിയാത്ത ഒരു ക്രിസ്ത്യാനിയും കാണില്ല. യഥാർത്ഥത്തിൽ പരുമല തിരുമേനി പരുമലയിലല്ല കഴിയുന്നത്, പിന്നെയോ ജനഹൃദയങ്ങളിലാണ് കഴിയുന്നത്. കാരണം അനേകായിരങ്ങളുടെ ആലംബമാണ് തിരുമേനി. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് തിരുമേനി. പരുമലയിൽ എത്തുന്നവരുടെ മനോവ്യസനങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നവനാണ് തിരുമേനി. തിരുമേനി കേരളത്തിൽ ആദ്യമായി വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ്. തിരുമേനിയെ പരുമല തിരുമേനി എന്ന് അറിയപ്പെടുന്നുവെങ്കിലും മുഴുവൻ പേര് ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് 1848 ജൂൺ 15 ചാത്തൂർത്തു എന്ന സ്ഥലത്ത്, മുന്നച്ചിറ മുളന്തുരുത്തി എന്ന് അറിയപ്പെടുന്ന കൊച്ചിക്ക് അടുത്ത സ്ഥലത്ത് ആണ്. മാതാപിതാക്കൾ മാത്യു കോരേപ്പുറം പുളിക്കൽ വീട്ടിലും ഇളാമ്മ മറിയാമ്മയും ആയിരുന്നു. ഈ മാതാപിതാക്കൾ വിശ്വാസത്തിലും ഭക്തിയിലും പ്രസിദ്ധരായിരുന്നു. മാതാപിതാക്കൾ കുട്ടിയായ ഗീവർഗീസിനെ ചെറുപ്പം മുതലേ ദൈവഭക്തിയിലും പ്രാർത്ഥനയിലും വളർത്തി. പിതാവ് മാത്യു ഗീവർഗീസിനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെമ്മഞ്ചേരി ദേവാലയത്തിലെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് നയിച്ചു. മാതാവ് ഇളയാമ്മയുടെ ദൈവവിശ്വാസവും ശുദ്ധമായ ജീവിതവുമാണ് മകനായ ഗീവർഗീസിനെ ആത്മീയ വളർച്ചയ്ക്ക് അടിത്തറയായത്. ചാത്തൂർത്തു വീട്ടുകാർ സമ്പന്നർ ആയിരുന്നില്ല. എന്നാൽ ദൈവഭക്തിയിലും സഭാസ്നേഹത്തിലും പ്രശസ്തമായ ഒരു ഓർത്തഡോക്സ് കുടുംബമായിരുന്നു അവരുടേത്. പിതാവ് മാത്യു വിശ്വാസിയായും സമൂഹത്തിൽ സത്യസന്ധതയ്ക്കും ദൈവഭക്തിക്കും പേര് കേട്ടവനും ആയിരുന്നു. ഗീവർഗീസ് കുഞ്ഞ് ചെറുപ്പം മുതലേ മനസ്സിൽ ശാന്തിയും ആത്മീയതയും നിറഞ്ഞവനായിരുന്നു എന്ന് നമുക്ക് അറിയാം. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പള്ളിക്കളി, അതായത് ചർച്ച് പ്ലേ പോലുള്ള കാര്യങ്ങളിലാണ് താല്പര്യം കാണിച്ചിരുന്നത് എന്ന് അവനെക്കുറിച്ച് പറയുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവശാസ്ത്ര പാഠങ്ങൾ, സങ്കീർത്തനങ്ങൾ എന്നിവ അഭ്യസിക്കുവാൻ തുടങ്ങിയിരുന്നു. 10ാം വയസ്സിൽ സബ് ഡീക്കൻ യാദാസൻ ആയി മുളന്തുരുത്തി പള്ളിയിൽ അഭിഷിക്തനായി. ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ ഭാഗമാക്കിയിരുന്നു. വിനയം, ദയ, ശാന്തത, പ്രാർത്ഥന, പ്രവണത എന്ന 4 ഗുണങ്ങളാണ് ഡീക്കന്റെ ജീവിതത്തിൻ്റെ അടിത്തറ. ദരിദ്രർക്കും രോഗികൾക്കും കൈത്താങ്ങായിരുന്നു. ആരെയും അപമാനിക്കാത്ത, എല്ലാവരോടും സ്നേഹത്തോടെ സഹനത്തോടെ പെരുമാറുന്നവനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കളെ നോക്കി അവരുടെ ജീവിതം അനുകരിച്ച മകനായിരുന്നു. പിന്നീട് പുരോഹിതനായതിനു ശേഷം അദ്ദേഹം യോഹന്നാൻ മൽപ്പാന്റെ കീഴിൽ ദൈവശാസ്ത്രം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യയും ഭക്തിയും കണ്ട എല്ലാവരും അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് വിശ്വസിച്ചു. 1865 ഡീക്കൻ ഗീവർഗീസ് പുരോഹിതനായി അഭിഷിക്തനായി. അതായത് തൻ്റെ 17ാമത്തെ വയസ്സിൽ. 10ാമത്തെ വയസ്സിൽ സബ് ഡീക്കനായി, 15ാമത്തെ വയസ്സിൽ ഡീക്കനായി, 17ാമത്തെ വയസ്സിൽ പുരോഹിതനായി. ഡിസംബർ 10, 1876 മെത്രാപ്പൊലീത്തയായി അഭിഷേകം ചെയ്യപ്പെട്ടു. അങ്ങനെ ഗീവർഗീസ് അച്ഛൻ പരുമല ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പരുമലയിൽ താമസിച്ച് ദൈവസേവനത്തിനും പഠനത്തിലും മുഴുകി. ഉപവാസം, പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ എന്നിവയിലൂടെ ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക അനുസരിച്ച് ജീവിച്ചു. മെത്രാപ്പൊലീത്തായതിനു ശേഷം അദ്ദേഹം പരുമലയിൽ ഒരു ചെറിയ ആശ്രമം സ്ഥാപിച്ചു. അവിടെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ചർച്ച് പണിതു. അദ്ദേഹം ദിനംപ്രതി ഉപവാസവും ദീർഘപ്രാർത്ഥനകളും നടത്തി. 3 ദിവസം വരെ വെള്ളം മാത്രം കുടിച്ച് പ്രാർത്ഥനയിൽ മുഴുകാറുണ്ടായിരുന്നു എന്ന് കൂടെ ഉള്ളവർ പറഞ്ഞ് നമ്മൾക്ക്
മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പരിമല തിരുമേനി 1902 നവംബർ 2 ദൈവസന്നിധിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം പരിമലപ്പള്ളിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്ന് പരിമലപ്പള്ളി ലോക പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്നു. പ്രതിവർഷം നവംബർ 2 നടക്കുന്ന പരിമല പെരുന്നാൾ ആയിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുന്നു. പരിമല തിരുമേനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം, പ്രാർത്ഥന, ഉപവാസം, കരുണ ഇവയിലൂടെ മനുഷ്യൻ ദൈവസന്നിധിയിൽ എത്തും എന്നതാണ്. പരിമല തിരുമേനിയുടെ ജീവിതകാലത്ത് തന്നെ അനവധി അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് വിശ്വാസികൾ പറയുന്നു. ഒന്നാമത്തത് രോഗശാന്തി അത്ഭുതങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ അനേകം രോഗികൾ സുഖം പ്രാപിച്ചു. ഒരിക്കൽ പരിമലയിലേക്ക് വന്ന ഒരു ഗുരുതര രോഗിക്ക് തിരുമേനി പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. ആ രോഗി പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. രണ്ടാമത്തത് മഴ പെയ്തത്. ഒരു വർഷം കടുത്ത വരൾച്ചയിലായിരുന്നു നാട്. ജനങ്ങൾ തിരുമേനിയെ സമീപിച്ച് സങ്കടം ബോധിപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം അപ്രതീക്ഷിതമായി മഴ പെയ്തു എന്ന് അന്നത്തെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തത് കപ്പൽ രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഒരു കപ്പൽ കടലിൽ കുടുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്നവർ തിരുമേനിയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പിന്നീട് പറഞ്ഞത്, കടലിൽ ഞങ്ങൾ കണ്ടത് തിരുമേനിയുടെ രൂപം പോലെ. അതിനുശേഷം കപ്പൽ സുരക്ഷിതമായി തിരിച്ചെത്തി. നാലാമത്തത് സന്താന പ്രാപ്തി. വർഷങ്ങളോളം കുഞ്ഞില്ലാതിരുന്ന ദമ്പതികൾ അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർക്ക് കുഞ്ഞ് ലഭിച്ചതായും നിരവധി വിശ്വാസികൾ പറയുന്നു. ആത്മീയ അത്ഭുതങ്ങൾ. പലർക്കും പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ദർശനമായി പ്രത്യക്ഷപ്പെട്ടതായി അനുഭവ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പാപികൾ ആയവർക്ക് മനോവിമുക്തിയും മനഃശാന്തിയും ലഭിച്ചതായി അനുഭവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരും ഡീക്കന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തോടൊപ്പം, ഒന്നാമത്തേത് ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. രണ്ടാമത്തേത് പ്രാർത്ഥനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തേത് ഉപവാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മാർഗമാണ്. അത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കുന്നു. നാലാമത്തേത് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാതെ സ്വന്തം ആത്മാവിനോട് ചോദിക്കുക, ഞാൻ ദൈവത്തിന് വേണ്ടി എന്താണ് ഇതേവരെ ചെയ്തതെന്ന്. അഞ്ചാമത്തേത് ദരിദ്രൻ്റെ കണ്ണുനീരിൽ ദൈവം വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹം പ്രാപിക്കാം. അനേകർ സൗഖ്യപ്പെടുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു. വിവാഹം നടക്കാത്തവർക്ക് ഇണയെ കൂട്ടിച്ചേർക്കത്തക്കവണ്ണം തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിച്ച് അവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു. ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കടക്കണിയിലായിരുന്നവർ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിനുള്ള വഴി അവർക്ക് കാട്ടിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ പാപികളായവർ പശ്ചാത്തപിച്ച് സങ്കടപ്പെടുമ്പോൾ അവർ അതിൽ നിന്നും നല്ലവരായി ജീവിക്കുവാൻ പിന്നീട് അവർക്ക് സാധിക്കുന്നു. മദ്യപാനികളായ ആളുകൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവരുടെ മദ്യപാനത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വെറ്റിലയുടെ കഥ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ വസൂരിയായി കിടന്ന അവസരത്തിൽ തിരുമേനി ഒരു വെറ്റില കൊടുത്തതായി പറയുന്നുണ്ട്. ആ വെറ്റിലയുടെ പുറത്ത് കിടന്നപ്പോൾ അദ്ദേഹം സുഖം പ്രാപിച്ചതായും പറയുന്നുണ്ട്. അങ്ങനെ ദരിദ്രർക്കും അനാഥർക്കും വളരെ സഹായം ചെയ്തിരുന്ന ആയിരുന്ന ജീവിതകാലത്ത് നല്ലൊരു മാതൃക കാട്ടിത്തന്ന എപ്പോഴും പ്രാർത്ഥനയിൽ നിരതനായിരുന്ന ആ തിരുമേനിയിൽ നമുക്ക് അഭയം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ദൈവം അതിനായി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.